വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. മിസ് ആണ് മക്കളി. നമ്മുടെ ആനുവൽ എക്സാം അടുത്തെത്തി അല്ലേ? നമ്മുടെ മുമ്പിലടാ ഇനി തികച്ച് ഒരു മാസം ഇല്ല, കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സോ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ച് കഴിയുന്നുണ്ട്, റിവിഷനും അതോടൊപ്പം തന്നെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, ഇംഗ്ലീഷിൽ നിന്ന് എക്സാമിന് ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. മക്കൾ എന്ത് ചെയ്യുക, ഇത് കാണുക, ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. സോ അധികം സമയം കളയുന്നില്ല മിസ്, ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു ആക്ടിവിറ്റി നോക്കിക്കേടാ. ആക്ടിവിറ്റി നമ്പർ 1 മിസ് പറഞ്ഞു ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ. നമുക്കറിയാം കോൺവെർസേഷൻ പോലെയുള്ള ഡിസ്കോഴ്സുകൾ നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇമാജിൻ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ പാർവതി ആൻഡ് ഹെർ ഫ്രണ്ട് അബൌട്ട് വാട്ട് ഷീ ലേൺ ഫ്രം ഇച്ചു അമ്മ. സോ നമ്മൾ റൂറൽ വൈബ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചവരാണ്. അതിനെ ബേസ് ചെയ്തിട്ട് അതിലെ ക്യാരക്ടേഴ്സാണ് പാർവതിയും ഇച്ചുവമ്മയും അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, പാർവതിയുടെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഇച്ചുവമ്മയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. ആ ദിവസം ഫാമിങ്ങിനെ പറ്റിയിട്ടും ഫാമിംഗ് മെത്തേഡ്സിനെ പറ്റിയിട്ടും ഫാമേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പാർവതി പഠിച്ച കാര്യങ്ങൾ, ഇച്ചുവമ്മയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോൺവെർസേഷനാണ് മക്കളെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് നോക്കാം, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. സോ റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ചസ്, 5 എക്സ്ചേഞ്ച് എങ്കിലും എഴുതണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം അല്ലേ. ഡയലോഗ്, പാർവതിയും പാർവതിയുടെ ഫ്രണ്ട്. നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ 2 ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതണം. സോ നമ്മൾ ഫ്രണ്ടിന് മായ എന്ന് പറയുന്ന ഒരു പേരാണ് മിസ് കൊടുത്തത്, മക്കൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ മായ പറയാണ് ഫസ്റ്റ്, ഹായ് പാർവതി, യു ലുക്ക് വെരി ഹാപ്പി ടുഡേ, ഡിഡ് യു go to the field again. എന്താ ചോദിക്കുന്നത്, ആദ്യം വിഷ് ചെയ്യാണ് അല്ലേ. യു ലുക്ക് വെരി ഹാപ്പി ടുഡേ, ഇന്ന് നിന്നെ കണ്ടിട്ട് വളരെ സന്തോഷവതിയാണെന്ന് തോന്നുന്നു. സോ ഇന്ന് നീ ഫീൽഡിൽ പോയോ, അല്ലാന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലത്ത്, ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ, കൃഷിസ്ഥലങ്ങളിൽ നീ ഇന്നും പോയോ എന്ന് ചോദിക്കുകയാണ്. അതിന് പാർവതി ആൻസർ പറയുന്നുണ്ട്, യെസ് മായ, ഐ വാസ് വിത്ത് ഇച്ചു അമ്മ ഓൾ മോർണിംഗ്. രാവിലെ മുതൽ ഞാൻ ഇച്ചുവമ്മയുടെ കൂടെയാ ഞാൻ ഫീൽഡിൽ പോയി. ഷീ ടോട്ട് മീ സംതിങ് വണ്ടർഫുൾ അബൌട്ട് ദ എർത്ത്. ഭൂമിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കൃഷിയെ പറ്റിയിട്ടൊക്കെ അത്ഭുതകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇച്ചുവമ്മ എനിക്കിന്ന് പറഞ്ഞു തന്നു. സോ ഇതാണ് മക്കളെ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളോട് 5 എക്സ്ചേഞ്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ 2 പേര് തമ്മിലുള്ള കോൺവെർസേഷനെയാണ് ഈ ഒരു എക്സ്ചേഞ്ച്. ഇത് 2ാമത്തെ എക്സ്ചേഞ്ച്, അങ്ങനെ പോകും. സോ നമ്മളോട് 5 എക്സ്ചേഞ്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബാക്കി നോക്കാം അല്ലേ. സോ മായ ചോദിക്കുന്നുണ്ട്, റിയലി വാട്ട് ഡിഡ് ഷീ സേ? ആണോ, എന്താ ഇച്ചുവമ്മ പറഞ്ഞത്? ഐ തോട്ട് ഫാമിംഗ് വാസ് ജസ്റ്റ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഇൻ ദ സൺ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സൂര്യൻ്റെ താഴെ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കുറേ കഷ്ടപ്പെടുന്നതാണ് കൃഷി അല്ലെ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ, വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നത് മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സോ പാർവതി പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഹാർഡ് വർക്ക് ബട്ട് ഇച്ചുവമ്മ സീ ദ സോയിൽ ഈസ് ലൈക്ക് എ മദർ. കഷ്ടപ്പാട് തന്നെയാണ്, പക്ഷെ ഇച്ചുവമ്മ പറയുന്നത് മണ്ണെന്ന് പറയുന്നത് മദറിനെ പോലെയാണ്, അമ്മയെ പോലെയാണ്. ഇഫ് വി ട്രീറ്റ് ഇറ്റ് വിത്ത് ലവ് ആൻഡ് ഗീവ് ഇറ്റ് അവർ കൈമുതൽ ദ ഗുഡ് സീഡ്സ് ഇറ്റ് വിൽ ഓൾവേസ് ഫീഡ് അസ്. നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് ആ മണ്ണിനെ അല്ലെ കൃഷിയെ ട്രീറ്റ് ചെയ്താൽ അത് എപ്പോഴും നമുക്ക് നല്ല വിത്തുകൾ തരും, നമുക്ക് ആഹാരം തരും എന്ന് പറയുകയാണ്. സോ മായ പിന്നെയും ചോദിക്കുന്നുണ്ട്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡിഗിങ് ഡേർട്ട്. നല്ല രസമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ കൃഷി എന്ന് പറയുന്നത് വെറുതെ ചെളി കിളയ്ക്കുന്നതല്ല അല്ലെ. ഡിഗ് എന്ന് പറഞ്ഞാൽ എന്താ, കിളയ്ക്കുക. ഡേർട്ട് എന്ന് പറഞ്ഞാൽ അഴുക്കിൽ കിളയ്ക്കുന്നത് മാത്രമല്ല കൃഷി എന്ന് പറയുന്നതല്ലേ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പൊ പാർവതി പറയുന്നുണ്ട്, നോട്ട് അറ്റ് ഓൾ. ഷീ ഷോഡ് മീ ഹൗ എ ടൈനി സീഡ് ഹോൾഡ് സോ മച്ച് ലൈഫ്. ഒരു ടൈനി സീഡിൽ ഇത്രയും ജീവൻ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം നൽകാൻ പാകത്തിനുള്ള ഒരു ജീവൻ ഉണ്ടെന്ന് ഇന്ന് ഇച്ചുവമ്മയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഷീ സീസ് ദാറ്റ് ആസ് ലോങ് ആസ് വി നോ ഹൗ ടു സോ ആൻഡ് റീഫ് വി വിൽ നെവർ ബി പുവർ. എന്താ പറയുന്നത്, ഇച്ചുവമ്മ പറഞ്ഞു തന്നു, നമുക്ക് വിതയ്ക്കാനും കൊയ്യാനും അറിയുന്ന കാലം വരെ നമ്മൾ ഒരിക്കലും പുവർ ആവില്ല, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. അതായത് കൃഷിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഇച്ചുവമ്മ പറഞ്ഞു തന്നു എന്നാണ് പറയുന്നത്. അപ്പം മായ പറയുന്നുണ്ട്, വൗ, ഐ വോണ്ട് ടു മീറ്റ് ഇച്ചുവമ്മ ടു. എനിക്കും എന്ത് ചെയ്യണം, ഇച്ചുവമ്മയെ മീറ്റ് ചെയ്യണം. വിൽ യു ടേക്ക് മീ ടു ദ ഫീൽഡ് നെക്സ്റ്റ് ടൈം? അടുത്ത തവണ കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുമോ, എനിക്ക് ഇച്ചുവമ്മയെ പരിചയപ്പെടണം എന്ന് പറയുകയാണല്ലേ. അപ്പോൾ പാർവതി പറയുന്നുണ്ട്, ഓഫ് കോഴ്സ് യു വിൽ ലവ് ദ സ്മെൽ ഓഫ് വെറ്റ് സോയിൽ ആൻഡ് സീയിങ് ദ ലിറ്റിൽ സ്പ്രൗട്ട്സ് കമ്മിങ് അപ്പ്. അല്ലേ, ഞാൻ തീർച്ചയായിട്ടും നിന്നെ കൊണ്ടുപോകാം
കൊണ്ടുപോകാം. നനഞ്ഞ മണ്ണിൻ്റെയും അതുപോലെ വിത്ത് മുളച്ച് ആ മുളപ്പ് വരുന്നതുമൊക്കെ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം എന്ന് നമ്മുടെ പാർവതി ഫ്രണ്ടിനോട് പറയുകയാണ്. സോ ഇതുപോലെ കോൺവെർസേഷൻ, ഏതൊരു ക്യാരക്ടേഴ്സിൻ്റെ കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, 2 ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതുക, ആ സിറ്റുവേഷനിൽ അവർ പറഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ള പോസിബിൾ കോൺവെർസേഷൻ എഴുതുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. സോ ഇത് നമ്മുടെ യു ആർ ദ സെക്രട്ടറി ഓഫ് സ്കൂൾ നേച്ചർ ക്ലബ്. നേച്ചർ ക്ലബിൻ്റെ സെക്രട്ടറി ആണ് നിങ്ങൾ. ഓക്കെ, യു ഹാവ് ടു ഗീവ് എ സ്പീച്ച് ഓൺ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു സ്പീച്ച് നടത്തണം. സോ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഡ്രാഫ്റ്റ് എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിട്ടേണിംഗ് ടു അവർ റൂട്ട്സ് ആൻഡ് റെസ്പെക്റ്റിംഗ് സോയിൽ ഇൻസ്പയർഡ് ബൈ ദ ക്യാരക്ടേഴ്സ് ഓഫ് സീഡ് ആൻഡ് സോയിൽ. സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് നമുക്കറിയാം പാർവതി ഇച്ചുമ്മയാണ് അല്ലേ. ആ ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ ലോക പരിസ്ഥിതി ദിനത്തെ പറ്റിയിട്ട് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേയിൽ പറയാൻ പറ്റിയ കുറച്ച് സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ പ്രസംഗം പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം നമുക്ക് നോക്കാം അല്ലേ. നമുക്കറിയാം സ്പീച്ച് ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യണം. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ. ടോപ്പിക് എന്താണ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒക്കേഷൻ ഏത് സമയത്താണ് നമ്മളിത് പറയുന്നത് അതും കൊടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ അല്ലെങ്കിൽ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടുഡേ ആസ് വി സെലിബ്രേറ്റ് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ, I want to move away from big statistics and talk about something humble yet powerful. ഇന്ന് നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള, എനിക്ക് ഹമ്പിൾ ആയിട്ടുള്ള അല്ലെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സോയിൽ ബിനീത്ത് അവർ ഫീറ്റ്. ബിനീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അടിയിൽ. ദ സോയിൽ ബിനീത്ത് അവർ ഫീറ്റ്, നമ്മുടെ കാലിനടിയിലെ മണ്ണിനെ പറ്റി, സോയിലിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ ദ സ്റ്റോറി സീഡ് ആൻഡ് സോയിൽ വി മീറ്റ് 2 ക്യാരക്ടേഴ്സ്. സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ട് അല്ലേ, പാർവതിയും ഇച്ചുമ്മയും. ഹു റിമൈൻസ് us of a truth we often forget in the world of concrete and screens. കോൺക്രീറ്റിൻ്റെയും അല്ലെങ്കിൽ സ്ക്രീനിൻ്റെയും ഒക്കെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു ലോകത്തെ പറ്റിയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2 ക്യാരക്ടേഴ്സാണ്. അല്ലെങ്കിൽ കൃഷിയെ പറ്റിയിട്ട് നമ്മളെപ്പോഴും സ്ക്രീനും അതുപോലെ തന്നെ നമ്മൾ ടി വിയും ഓൺലൈനും ഫോണും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ കൃഷിയെ പറ്റിയിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ മറന്നു പോകുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2 ക്യാരക്ടേഴ്സാണ് ഇച്ചുമ്മയും അതുപോലെ തന്നെ പാർവതിയും എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇച്ചുമ്മ ടെൽ us that the soil is not just dirt. ഇച്ചുമ്മ പറയുന്നത് എന്താ? സോയിൽ എന്ന് പറയുന്നത് ഡേർട്ട് മാത്രമല്ല, ചെളി മാത്രമല്ല, അത് മദറാണ് എന്നാണ് പറയുന്നത്. സോ ഇതൊരു മോഡൽ മാത്രമാണ്. ഇതുപോലെ തന്നെ മക്കൾ എഴുതണം എന്നില്ല. ഈ ഒരു മോഡൽ റെഫർ ചെയ്തിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുറേ അധികം ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരും വർഷങ്ങളിൽ നമ്മളിതാ ഈ ഒരു അക്കാഡമിക് ഇയർ എൻഡ് ആവുകയാണ് അല്ലേ. സോ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആദ്യം മുതൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സും ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എക്സാമുകളും എല്ലാ കണ്ടന്റുകളും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അടങ്ങിയിട്ടുള്ള കുറേ ബാച്ചസ് ഉണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ് 6 മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച്. വജ്ര ബാച്ചിൻ്റെ ബേസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2474 റുപ്പീസിനാണ്. സോ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ അടുത്ത വർഷം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, നമ്മുടെ സൈലത്തിനോടൊപ്പം ഒന്നിച്ച് പഠിക്കാം കേട്ടോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.